യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതികൾ ലഹരിക്കടിമകളെന്ന് പോലീസ്. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസകൾ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മിണ്ണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. പട്ടിക്കാട് ചെമ്പൂത്രയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. കുടക്കിലിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ടിടിച്ച് പോലീസുകാരന് പരിക്കേറ്റു. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ തൃശൂരിൽ അന്തരിച്ചു. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകരാണ് മണിലാൽ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിൽ ചാവക്കാട് SI വിജിത് K വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. പുത്തൻ പ്രതീക്ഷയിൽ പുതുവർഷത്തെ വരവേറ്റ് ലോകം. ജില്ലയിൽ ആഘോഷങ്ങൾ വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പിടിയിലായ കൗമാരക്കാർ ലഹരിക്കടിമകളാണെന്ന് പോലീസ്. പ്രായപൂർത്തിയാകാത്ത പ്രതികളെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കിയെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പ്രതികൾ കൊണ്ടുവന്നതാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത്. അഭിജിത്ത് തലച്ചിറയുടെ റിപ്പോർട്ടിലേക്ക്. പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമുക്കറിയാം തേക്കിൻകാട് മൈതാനത്തും ചുറ്റും അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിലും എല്ലാം തന്നെ ജനബാഹുല്യമായിരുന്നു. ആഘോഷ രാവിന്റെ ഭാഗമായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് ആഘോഷ പരിപാടികൾ നടന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കറിയാം സാധാരണ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് എത്തുകയുണ്ടായി. ഈ സമയത്താണ് തേക്കിൻകാട് മൈതാനത്ത് എൻ്റെ ഈ ദൃശ്യങ്ങൾക്ക് പിന്നിൽ കാണുന്ന പോലെയുള്ള സ്ഥലത്ത് ഒരു ആസൂത്രിത കൊലപാതകമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും അരുംകൊല നടന്നത്. കാരണം 16ഉം 14ഉം പ്രായമുള്ള 2 കുട്ടികളാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മദ്യലഹരിയുടെയും ഒക്കെ അടിമകളായി മാറുന്ന ഒരു യുവത്വത്തിൻ്റെ മറ്റൊരു കൊലയാണ് ഇപ്പോൾ ഇവിടെ കാണപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പോലീസിൻ്റെയും മറ്റും ശക്തമായ പട്രോളിംഗ് അടക്കം നടന്നിരുന്നു. കാരണം പുതുവർഷ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് മൊത്തമായി വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പോലീസ് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നടന്നു. ഇതിൻ്റെ ഇടയിലാണ് ഇത്തരമൊരു കൊല നടന്നത് എന്നത് തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമുക്കറിയാം പുതുവർഷവുമായി ബന്ധപ്പെട്ടിട്ട് മദ്യവും ലഹരിയും ഒക്കെ ധാരാളമായി ഒഴുകുന്നു എന്നുള്ള വലിയ ആരോപണവും അതുപോലെ തന്നെ ഒരു നിജസ്ഥിതിയും നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് എന്നത് പോലീസിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ്. കാരണം എത്രത്തോളം ഇത് കൃത്യമായി ഇതിന് പരിശോധന നടക്കുന്നു എന്നുള്ളതിന് ഒരു പോരായ്മ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ് ഇത്തരമുള്ള സംഭവങ്ങൾ. എന്തായാലും 14ഉം 16ഉം പ്രായമുള്ള 2 പേർ പ്രതിസ്ഥാനത്ത് വരുന്നു. ഒരു 29കാരൻ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളത് തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച് പുതുവർഷ ദിനത്തിൽ വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടരന്വേഷണങ്ങൾ ഇതിൽ നടക്കുകയാണ്. ഇതിൽ വ്യക്തമാകുന്നത് ഈ കുട്ടികൾ നേരത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. കാരണം ഇവരിൽ കൃത്യമായി വലിയ രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ സ്കൂളിൽ നടന്ന പല അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിലും ഈ കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ഇവരെ പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നടന്നത് ആസൂത്രിതമായ കൊലപാതകമല്ല, മറിച്ച് അപ്പോൾ ഉണ്ടായ ഒരു വാക്കേറ്റവും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു തർക്കവും പിന്നീട് അത് കൊലപാതകത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. ഈ കുട്ടികളിൽ കത്തി കൊണ്ടു നടക്കുന്നൊരു സ്വഭാവവും ഇവർക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇവർ 2 പേരും പോലീസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം പ്രായപൂർത്തിയാകാത്തതിനാൽ തന്നെ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റോ ഒന്നും നമുക്ക് പുറത്തുവിടാൻ കഴിയുകയില്ല. എന്തായാലും അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പോലീസ് സ്ഥലം പരിശോധിച്ച് മറ്റ് വിവരങ്ങളും അതുപോലെ തന്നെ അന്വേഷണവും ഒക്കെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും പുതുവർഷ പുലരിയിൽ ഇത്തരമൊരു സംഭവം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പരിശോധനയും
നിരീക്ഷണവും ഒക്കെ ശക്തമാക്കേണ്ടത് അത്യാവശ്യമായി വരുന്നു. പിന്നീട് എടുത്തു പറയാനുള്ളൊരു കാര്യം, തേക്കിൻകാട് മൈതാനിയെക്കുറിച്ച് ദേവസ്വങ്ങളും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സംഘടനകളും ഒക്കെ ഭാരവാഹികളും ഒക്കെ തന്നെ നിരന്തരമായി ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് ഈ കൊല നടന്ന ഈ സ്ഥലത്തിന് ചുറ്റുമായി വലിയ രീതിയിൽ യുവാക്കളും യുവതികളും ഒക്കെ സന്ധ്യയുടെ മറവിലും അല്ലാതെയും തമ്പടിക്കുന്നു, സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് തേക്കിൻകാട് മൈതാനത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം രാത്രിയുടെ മറവിൽ, അതും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പുറത്ത് നടക്കുന്നത് എന്നത് ഗൗരവകരമാണ്. ഇനിയുള്ള ദിവസം എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആളുകൾ കൂടുന്നു, പ്രത്യേകിച്ച് യുവതി യുവാക്കൾ കടന്നു പോകുന്ന സ്ഥലം കൂടി ആയതിനാൽ തന്നെ വലിയ സുരക്ഷ ഒരുക്കണമെന്നുള്ള കാര്യത്തിലും, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒറ്റപ്പെട്ട ഇടങ്ങൾ, അതായത് സന്ധ്യ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മരങ്ങളുടെയും ഈ വാട്ടർ ടാങ്കിൻ്റെയും ഒക്കെ മറവിൽ നിരവധി പേർ തമ്പടിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായ നിരീക്ഷണവും ശക്തമായ സുരക്ഷയും ഒരുക്കണമെന്നുള്ളൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കും ചിലപ്പോൾ ഒരുപക്ഷെ ദേവസ്വം കടന്നേക്കും എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണവും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ മദ്യലഹരി ഉപയോഗത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. പുതുവർഷത്തിൽ പോലും ഇത്തരമൊരു കാര്യമാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ അല്ലെങ്കിൽ തേക്കിൻകാട് മൈതാനിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് സാംസ്കാരിക നഗരിക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പരിശോധനയും നിരീക്ഷണവും അന്വേഷണവും ഒക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുള്ളൂർക്കരയിൽ പുതുവത്സര ആശംസകൾ അറിയിച്ചില്ല എന്ന വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി പൂവത്തിങ്കൽ വീട്ടിൽ സുഹൈബിനാണ് കുത്തേറ്റത്. യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് കേസിൽ കാപ്പ ചുമത്തിയ പ്രതി ഷാഫിയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. 24ഓളം കുത്തേറ്റിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ ചെറുതുരുത്തിയിൽ പുതുവത്സര പരിപാടികൾ കണ്ട് സുഹൈബും കൂട്ടുകാരും ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു സംഭവം. മുള്ളൂർക്കരയിൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന പ്രതിയുടെ കൂട്ടുകാരോട് സുഹൈബ് ആശംസ പറയുകയും എന്നാൽ തന്നോടാണ് ആശംസ പറയേണ്ടതെന്ന് പറഞ്ഞ് പ്രതി സുഹൈബിനെ തലയ്ക്കും കയ്യിലും കുത്തുകയായിരുന്നു. അതേസമയം തന്നെ കുത്തി എന്നാരോപിച്ച് പ്രതിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അത്താണി മിണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്ന ചിറയത്ത് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് വരുന്നത് കണ്ട് ടോറസ് ലോറി ബ്രേക്ക് ചവിട്ടിയതോടെ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. അപകടത്തെ തുടർന്ന് സീറ്റിൽ കുടുങ്ങിയ ബസ് ഡ്രൈവറെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത പട്ടിക്കാട് ചെമ്പൂത്രയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. മടക്കത്തറയിൽ നിന്നും കാവശ്ശേരിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ പുഴയ്ക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് പോലീസുകാരന് പരിക്കേറ്റു. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ റൂബിൻ ആന്റണിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാരനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അപകടത്തിനിടയാക്കിയ ബൈക്കും ബൈക്ക് യാത്രികനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ മഠം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വിഷ്ണുവിന്റെ മുഖത്താണ് പരിക്കേറ്റത്. വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോർത്തോസ് മലബാറിക്കസിന് പുനർജന്മമേകിയ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് പ്രൊഫസർ മണിലാൽ. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. കേരളത്തിന്റെ സസ്യശാസ്ത്ര ശാഖയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനെയാണ് മണിലാലിന്റെ വിയോഗത്തോടെ നഷ്ടമാകുന്നത്. കാട്ടുങ്ങൽ A. സുബ്രഹ്മണ്യത്തിന്റെയും KK ദേവികയുടെയും മകനായി 1938 സെപ്റ്റംബർ 17-ന്
പറവൂർ വടക്കേക്കരയിലായിരുന്നു കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്ന KS മണിലാലിന്റെ ജനനം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് പ്രൊഫസർ മണിലാൽ. സൈലന്റ് വാലിയിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ച് പഠനം നടത്തി സസ്യവർഗീകരണ ശാസ്ത്രത്തിന് പുതുജീവൻ നൽകാൻ മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ വഴിതെളിയിച്ചു. 200-ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മണിലാൽ 19 പുതിയ സസ്യ ഇനങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. ഫ്ലോറ ഓഫ് കാലിക്കറ്റ്, ഫ്ലോറ ഓഫ് സൈലന്റ് വാലി തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ മണിലാൽ രചിച്ചിട്ടുണ്ട്. ഡച്ച് രാജ്ഞി ബിയാട്രിക്സിന്റെ ശുപാർശ പ്രകാരം നൽകപ്പെടുന്ന നെതർലൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നാസോ 2012 മണിലാലിനെ തേടിയെത്തി. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് മണിലാൽ. ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് 2020 രാഷ്ട്രം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിൽ ചാവക്കാട് SI വിജിത് K വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. ക്രിസ്മസ് തലേന്ന് രാത്രി പള്ളിയങ്കണത്തിൽ നടന്ന കരോൾ പരിപാടി മൈക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞ് SI തടയുകയായിരുന്നു. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. സംഭവത്തെ തുടർന്ന് SI അവധിയിൽ പോയിരുന്നു. അവധി കഴിഞ്ഞ് SI സ്ഥലത്ത് തിരിച്ചെത്തിയതോടെയാണ് സ്ഥലം മാറ്റിയത്. പുതുവർഷത്തെ വരവേറ്റ് ലോകം. പടക്കം പൊട്ടിച്ചും ആരവം മുഴക്കിയും നാട് പുതുവർഷത്തെ വരവേറ്റു. വിവിധയിടങ്ങളിൽ സംഗീത നൃത്ത പ്രോഗ്രാമുകൾ ഒരുക്കിയിരുന്നു. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനയും ഏർപ്പെടുത്തിയിരുന്നു. നഗരത്തിലെ 2 ഇടങ്ങളിൽ നടന്ന ന്യൂ ഇയർ ആഘോഷ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു. കേരള വിഷൻ ഉപഭോക്താക്കളുടെ സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന കോമൺ സർവീസ് സെന്ററിന്റെ ചേലക്കരയിലെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചേലക്കരയിൽ നടന്ന പരിപാടി TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റും CSE ചുമതലയുള്ള ജേക്കബ് ജെറോം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ CG ജോസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷററും കേരള വിഷൻ STB ചുമതലയുള്ള V മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PV ബെന്നി, ശിവശങ്കരൻ, PV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിയാരം വേളൂക്കരയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വേളൂക്കര സ്വദേശി മൂത്തകുന്നത്ത് വീട്ടിൽ രാജന്റെ മകൻ 33 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. ചാലക്കുടി പുഴയിലെ വേളൂക്കര പമ്പ് ഹൌസ് കടവിൽ സ്കൂബ ടീം നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ശരത്തിനെ രാവിലെ കാണാതായതിനെ തുടർന്നാണ് തിരച്ചിൽ നടത്തിയത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ശരത്ത്. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിൽപ്പനയ്ക്കിടെ 6 ലിറ്റർ മദ്യവുമായി ഒരാളെ കുന്നംകുളം എക്സൈസ് പിടികൂടി. അടുപ്പൂട്ടി സ്വദേശി അനിലനാണ് പിടിയിലായത്. കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, സിദ്ധാർത്ഥൻ, സിവിൽ ഓഫീസർമാരായ ഗണേശൻ പിള്ള, മനോജ്, ആനന്ദ്, ഡ്രൈവർ സതീഷ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 130 വർഷം തടവും 8,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂർ മുത്തമാവ് മാങ്ങാടി വീട്ടിൽ 52 വയസ്സുള്ള സജീവനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2023 ഏപ്രിലിൽ പ്രായപൂർത്തിയാകാത്ത 10 വയസ്സുള്ള ആൺകുട്ടിയെയും കൂട്ടുകാരനെയും പീഡിപ്പിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ഭീഷണിപ്പെടുത്തി സ്വർണം കവർച്ച ചെയ്യുന്ന സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പൂർ പൊറത്തൂർ വീട്ടിൽ ലിയോ, പോന്നൂർ മടിശ്ശേരി വീട്ടിൽ ആയുഷ്, പാടൂർ ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ ദിവ്യ എന്നിവരെയാണ് SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ പരിധിയിലെ പേനകം സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. SIമാരായ വിനോദ്, സജീവ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
വടക്കാഞ്ചേരി മണലിത്തറയിൽ ന്യൂ ഇയർ ആഘോഷത്തിൽ പാട്ട് പാടുന്നതിനിടെ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. പുന്നമ്പറമ്പ് പടിഞ്ഞാറെ പുത്തൻപുരയിൽ 72 വയസ്സുള്ള സുകുമാരനാണ് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മരിച്ചത്. ഗായകനായ സുകുമാരൻ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി മണലിത്തറയിൽ പാട്ട് കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. കയ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങ് വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കാട്ടുപറമ്പിൽ അബ്ദുൾ മജീദിന്റെ പറമ്പിലെ തെങ്ങാണ് വൈദ്യുതി ലൈനിലേക്ക് വീണത്. റോഡിന് കുറുകെ തെങ്ങും വൈദ്യുതി പോസ്റ്റുകളും കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവസമയം റോഡിൽ ആളുകളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. വടക്കാഞ്ചേരി നഗരസഭയെ ഹരിതാഭയണിയിക്കാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായി മണ്ണിടിച്ചിൽ ദുരന്തം നേരിട്ട കുറാഞ്ചേരിയിൽ മിനി പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ 41 ഡിവിഷനുകളിലും പ്രധാന കേന്ദ്രങ്ങളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കും. പൂന്തോട്ടത്തിന്റെ പരിചരണം കുടുംബശ്രീ വനിതകൾക്കാണ്. വർഷത്തിൽ മുഴുവൻ ദിവസവും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ള ചെടികളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. 2018 ഉരുൾപൊട്ടലിൽ 19 പേർ മരിച്ച കുറാഞ്ചേരി സെന്ററിൽ മിനി പാർക്ക് നിർമ്മാണം പുരോഗമിക്കുകയാണ്. സംസ്ഥാന പാതയോരത്ത് നഗരസഭാ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് പാർക്ക് നിർമ്മാണം. വിശ്രമിക്കാൻ ആവശ്യമായ ബെഞ്ചുകൾ, വാട്ടർ ഫൗണ്ടൻ എന്നിവയും കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സാമഗ്രികളും മിനി പാർക്കിൽ ഉണ്ടാകും. അതിദരിദ്രർക്കായി കുടുംബശ്രീ വഴി പറപ്പൂക്കര പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഉജ്ജീവനം പദ്ധതിയിലൂടെ സഹായങ്ങൾ വിതരണം ചെയ്തു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സരിത തിലകൻ, KC പ്രദീപ്, MK ശൈലജ, അമ്പിളി വേണു, മിനി രാജൻ, പ്രീത സജീവൻ എന്നിവർ സംസാരിച്ചു. 40 വർഷമായി തൃശൂർ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ സർവൻസ് ഓഫ് ഗോഡ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിർധന രോഗികൾക്ക് വീൽചെയർ ഉൾപ്പെടെയുള്ള സഹായവും ഉപകരണങ്ങളും ഭക്ഷണ കിറ്റും 4 വീൽ സ്കൂട്ടറും വിഭവസമൃദ്ധമായ ഭക്ഷണവും വിതരണം ചെയ്തായിരുന്നു സംഘടനയുടെ പുതുവത്സരാഘോഷം. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, ഫാദർ ടിജോ ജോയ്, ഫാദർ റോയ് ജോസഫ്, ഫാദർ ഡിൻറ്റോ വല്ലച്ചിറക്കാരൻ, കോർപ്പറേഷൻ കൗൺസിലർ ലീല വർഗീസ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ, സംഘടനാ പ്രസിഡന്റ് ജോസ് നെലയാറ്റിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽകൃഷി വിളവെടുപ്പ് സൗജന്യമായി നടത്തിക്കൊടുക്കാൻ കോൾപ്പടവ് യോഗത്തിൽ തീരുമാനം. വൈക്കോൽ സംഭരണം വഴി ലഭിക്കുന്ന തുകയും പടവിലെ കർഷകർക്കാണ് ലഭിക്കുക. വടക്കേ കോഞ്ചിറ പടവ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന അർദ്ധവാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനം. പടവിലെ നെല്ല് സപ്ലൈകോ വഴി സംഭരണം നടത്തും. ഈ മാസം 17-ന് വിളവെടുപ്പ് ആരംഭിക്കുവാനും കോൾപ്പടവിലെ തെക്കും വടക്കും ബണ്ടുകളും നടുപന്തി റോഡും കൊയ്ത്തിനു ശേഷം ബലപ്പെടുത്തുവാനും തീരുമാനമായി. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹരി മഞ്ചറമ്പത്ത്, രവി അമ്പാട്ട്, ബിജോയ് പെരുമാട്ടിൽ, PA ഹാരിസ് ഹാജി, KS മോഹൻദാസ്, TA രവീന്ദ്രൻ, PM കുഞ്ഞുബാബു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് കോടമുക്ക് AM-LP സ്കൂളിൽ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫ്രൂട്ട്സ് ഡേ നടത്തി. പ്രധാന അധ്യാപകൻ TU ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ക്ലബ് കോർഡിനേറ്റർ അനു വർഗീസ് നേതൃത്വം നൽകി. സീന സത്യൻ, കൃഷ്ണവേണി അനിൽകുമാർ, ഫെമി ഫ്രാൻസിസ്, KS സാബിറ എന്നിവർ സംസാരിച്ചു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻസ് ഓർഫനേജിൽ നവവത്സരാഘോഷം സംഘടിപ്പിച്ചു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് S അജി, സന്തോഷ് കോലഴി, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാവർട്ടി പ്രസ് ഫോറം സംഘടിപ്പിച്ച എക്സലൻസ് അവാർഡിന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സും കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് പാവർട്ടി സ്വദേശി പുലിക്കോട്ടിൽ കാക്രോട്ട് വിൻസെന്റും അർഹനായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായുള്ള ഭരണ മികവും നവവികസന കാഴ്ചപ്പാടുകളുമാണ് ജിയോ ഫോക്സിനെ എക്സലന്റ് അവാർഡിന് അർഹനാക്കിയത്. മുരളി പെരുന്നെല്ലി MLA അവാർഡ് ദാനം നിർവഹിക്കും. പ്രശസ്ത സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും.
തോളൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ എം മനീഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരസമ്മ സുബ്രഹ്മണ്യൻ, വി കെ രഘുനാഥൻ, ഷീന തോമസ്, ആശ വിൽസൺ എന്നിവർ സംസാരിച്ചു. KSMA തലപ്പള്ളി മേഖലാ സമ്മേളനം ചേർന്നു. സുലൈമാൻ ചേലക്കര പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് KG ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AH അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KU ജനാർദ്ദനൻ, ഹബീബ് ചെറുതുരുത്തി, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ പുതുവത്സരാഘോഷം നടന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിന് മുന്നിലുള്ള വള്ളത്തോൾ പ്രതിമയിൽ മുതിർന്ന അംഗങ്ങളായ കലാമണ്ഡലം ഭരണസമിതി അംഗം കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയും കലാമണ്ഡലം നിള ക്യാമ്പസ് ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, കലാമണ്ഡലം NK നാരായണൻ, കലാമണ്ഡലം ഭരണസമിതി അംഗം രവീന്ദ്രനാഥൻ വള്ളത്തോൾ തുടങ്ങിയവർ പങ്കെടുത്തു. STPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പുതുവത്സര ദിനത്തിൽ പഞ്ചായത്തിൽ കരിദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി മുനയ്ക്കക്കടവിൽ നിന്ന് അഞ്ചങ്ങാടി വളവിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കടലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന തീരവാസികളെ അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനമാചരണം. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖിൽ അക്ബർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 2500ഓളം അപ്രന്റീസ് ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുക്കാനായി നെടുപുഴ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ ശനിയാഴ്ച അപ്രന്റീസ് മേള നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ചെന്നൈയിലെ ദക്ഷിണ മേഖല ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഡിഗ്രി, ത്രിവത്സര പോളിടെക്നിക് ഡിപ്ലോമ, BTech യോഗ്യതയുള്ളവർക്ക് അപ്രന്റീസ് മേളയിൽ പങ്കെടുക്കാം. SD സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ CR സോമൻ, നെടുപുഴ വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ VA ജ്ഞാനാംബിക, KK മണി, A ജയപ്രകാശ്, S സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമവും പുതുവത്സരാഘോഷവും നഗരസഭാ കൌൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AB അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. CM അംബിക, AT രാധാകൃഷ്ണൻ, NV വിനോദ്, VR സതീഷ്, സിസ്റ്റർ മെർലിൻ, ഫാദർ സെബാസ്റ്റ്യൻ, K ചാത്തുക്കുട്ടി നായർ, KK ശശീന്ദ്രൻ, PV സരോജിനിയമ്മ, K സതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. സ്വാഗതം ചെയ്ത 2024 നന്ദിപൂർവ്വം വിട പറയുകയും ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതികൾ ലഹരിക്കടിമകളെന്ന് പോലീസ്. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസകൾ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മിണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. പട്ടിക്കാട് ചെമ്പൂത്രയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. പുഴയ്ക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ടിടിച്ച് പോലീസുകാരന് പരിക്കേറ്റു. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ തൃശൂരിൽ അന്തരിച്ചു. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് മണിലാൽ.
പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിൽ ചാവക്കാട് എസ്ഐ വിജിത് കെ വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. പുത്തൻ പ്രതീക്ഷയിൽ പുതുവർഷത്തെ വരവേറ്റ ലോകം. ജില്ലയിൽ ആഘോഷങ്ങൾ വർണ്ണാഭമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.